പ്ലസ് വൺ സ്റ്റുഡൻസിൻ്റെ കെമിസ്ട്രിയുടെ ചാപ്റ്റർ 5th 1 അഞ്ചാമത്തെ ചാപ്റ്ററിലെ 5th പാർട്ടാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, പ്ലസ് വൺ കെമിസ്ട്രിയുടെ അടുത്തൊരു ഭാഗം തുടങ്ങുകയാണ്. സൈൻ കൺവെൻഷൻ എന്ന ടോപ്പിക്കാണ് ഇന്നത്തെ സബ്ജക്റ്റ്. ഓക്കെ, കെമിസ്ട്രിയിലെ ഒരു ഹീറോയെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. കാര്യം നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോഴെടുത്തത് ആ ഹീറോയെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പഠിച്ചു തുടങ്ങിയത്. അതായത് മറന്നോ നിങ്ങൾ സിസ്റ്റത്തെ? ആ സിസ്റ്റമാണ് നമ്മുടെ ഹീറോ. അപ്പോൾ ഇവിടെയും ആ സിസ്റ്റത്തെ വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളുടെ മുന്നിലേക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ ഹീറോയെ ഓർത്തിരിക്കുക, സിസ്റ്റം എന്ന ഹീറോ. ഞാൻ ഒബ്സർവ് ചെയ്യുന്ന, ഞാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന, ഞാൻ എന്തിനെ കുറിച്ചാണോ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ എന്തിനാണോ റിസൾട്ടാക്കി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്, അപ്പോൾ അതെല്ലാം എനിക്ക് പറഞ്ഞു തരികയും പഠിപ്പിച്ചു തരികയും എല്ലാം ചെയ്തു തരാനായിട്ട് എന്നെ സഹായിക്കുന്നത് അയാൾ എൻ്റെ ഹീറോ തന്നെയല്ലേ. അത് നിങ്ങൾക്ക് ഹീറോ ആയിരിക്കില്ലേ? അയാളാണ് നമ്മുടെ ഹീറോ, ദാറ്റ് ഈസ് സിസ്റ്റം. നിങ്ങൾ എന്നെ ശ്രവിക്കുന്നു, ഞാൻ പറയുന്നത് കേൾക്കുന്നു. അപ്പോൾ ശരിക്കും നിങ്ങളെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് പറയുമ്പോഴേക്കും നിങ്ങളുടെ മുന്നിലെ സിസ്റ്റം എന്ന് പറയുന്നത് ഞാനാണ്. ഈ സിസ്റ്റത്തിനുള്ളിൽ നിന്നും വെളിയിലേക്ക് പോകുന്നതെല്ലാം നെഗറ്റീവ് എനർജി എന്ന രീതിയിൽ, മറിച്ച് വെളിയിൽ നിന്നും സിസ്റ്റത്തിനുള്ളിലേക്ക് അത് സ്വീകരിക്കുന്നതൊക്കെ പോസിറ്റീവ് എനർജിയിലായിരിക്കും കണക്കാക്കുന്നത്. സിസ്റ്റത്തിന് നഷ്ടപ്പെടുന്നതെല്ലാം നെഗറ്റീവ്, സിസ്റ്റത്തിന് ലഭിക്കുന്നതെല്ലാം പോസിറ്റീവ് എനർജി. അങ്ങനെ മനസ്സിലാക്കാം. സിസ്റ്റത്തിന് നഷ്ടം വന്നാൽ നെഗറ്റീവ്, സിസ്റ്റത്തിന് ലാഭം വന്നാൽ പോസിറ്റീവ്. ഓക്കെ, അങ്ങനെ പഠിച്ചു നോക്കാമല്ലോ. ഈ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് ചായ ഉണ്ടാക്കിക്കൊണ്ട് തുടങ്ങിയതല്ലേ, അവിടെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നില്ലേ? ആ ഹീറ്റ് അബ്സോർവ് ചെയ്തില്ലേ? സിസ്റ്റം അല്ലേ ഹീറ്റ് അബ്സോർവ് ചെയ്തേ. അങ്ങനെ ഹീറ്റ് അബ്സോർവ് ചെയ്തത് കൊണ്ടല്ലേ നമ്മളവിടെ ചായ ഉണ്ടാക്കിയത്. അപ്പോൾ ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് ബൈ ദ സിസ്റ്റം അല്ലേ. അപ്പോൾ സിസ്റ്റത്തിലേക്ക് സ്വീകരിക്കപ്പെടുകയാണ് ഉണ്ടായത്. ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് ബൈ ദി സിസ്റ്റം. സിസ്റ്റം അതിൻ്റെ ഉള്ളിലേക്ക് വലിച്ചു എന്നല്ലേ അതിൻ്റെ മീനിങ്. ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് ബൈ ദ സിസ്റ്റം എന്ന് പറയുമ്പോൾ സിസ്റ്റത്തിനുള്ളിലേക്ക് ഹീറ്റിനെ ആഗിരണം ചെയ്തു എന്നാണ് അതിൻ്റെ മീനിങ്. ഹീറ്റിനെ അബ്സോർവ് ചെയ്തതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? പ്ലസ് ക്യൂ. ഹീറ്റിന് കൊടുക്കുന്ന ലെറ്റർ ആണല്ലോ ക്യൂ. അപ്പോൾ ഇവിടെ ഹീറ്റിനെ സിസ്റ്റം ആഗിരണം ചെയ്തു, അബ്സോർവ് ചെയ്തു. അപ്പോൾ അതിന് പ്ലസ് ക്യൂ എന്നാണ് പറയുക. സിസ്റ്റം ഹീറ്റിനെ വലിച്ചെടുത്തു എന്ന് വേണേൽ പറയാം. ദാറ്റ് ഈസ് പ്ലസ് ക്യൂ. അടുത്തത്, ഹീറ്റ് ഈസ് റിലീസ്ഡ് ഫ്രം ദ സിസ്റ്റം. സിസ്റ്റത്തിനുള്ളിൽ നിന്നും ഹീറ്റിനെ വെളിയിലേക്ക് റിലീസ് ചെയ്തു എന്നാണ് അതിൻ്റെ മീനിങ്. വെളിയിലേക്ക് പോയി, വെളിയിലേക്ക് പോകണതൊക്കെ എന്തായിട്ടാണ് വരിക? മൈനസ് ആയിട്ടല്ലേ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൈനസ് ക്യൂ ആണ് അവിടെ ഉണ്ടാവുക. സിസ്റ്റത്തിൽ നിന്നും ഹീറ്റ് പോയി, ദാറ്റ് ഈസ് മൈനസ് ക്യൂ. സിസ്റ്റത്തിലേക്ക് ഹീറ്റ് വന്നാൽ ദാറ്റ് ഈസ് പ്ലസ് ക്യൂ. ഓർത്ത് വയ്ക്കുക. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ വർക്ക് ഈസ് ഡൺ ഓൺ ദ സിസ്റ്റം. ഓക്കെ, വർക്ക് ഈസ് ഡൺ ആ ഒരു പോയിന്റാണ് ഓൺ ദി സിസ്റ്റം എന്ന ഒരു പോയിന്റ്. അപ്പോൾ അവിടെ എന്തായിരിക്കും? അവിടെ പ്ലസ് ഡബ്ല്യു ആണ്. പ്ലസ് വർക്ക്, അത് പ്ലസ് ആണ്. ഓക്കെ, വർക്ക് ഈസ് ഡൺ ഓൺ ദി സിസ്റ്റം. അപ്പോഴോ പ്ലസ് ഡബ്ല്യു എന്ന് കൊടുക്കാം. പിന്നെ പറയുന്ന മറ്റൊരു പോയിന്റാണ് വർക്ക് ഈസ് ഡൺ ബൈ ദ സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പോയിന്റും വർക്ക് ഈസ് ഡൺ ഓൺ ദ സിസ്റ്റം ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് പറയും? പ്ലസ് ഡബ്ല്യു. പിന്നെന്താ പറയുന്നത്? വർക്ക് ഈസ് ഡൺ ബൈ ദ സിസ്റ്റം. സിസ്റ്റം പുറത്തേക്ക് വർക്ക് ചെയ്താലോ മൈനസ് ഡബ്ല്യു ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, സിസ്റ്റത്തിലേക്ക് വർക്ക് ചെയ്യുമ്പോഴാണ് ഏത് വരുന്നത്? പ്ലസ് ഡബ്ല്യു വരുന്നത്. ഓക്കെ, നമ്മൾ പ്ലസ് ഡബ്ല്യു എടുക്കുന്ന കേസിൽ അവിടെ നമ്മൾ വർക്കിൻ്റെ മേലെ തീർച്ചയായിട്ടും വർക്ക് നടക്കുന്നത് സിസ്റ്റത്തിലാണെങ്കിൽ, വർക്ക് ഈസ് ഡൺ ഓൺ ദി സിസ്റ്റം ആ ഒരു തലത്തിലാണ് പോകണമെങ്കിൽ അവിടെ പ്ലസ് ഡബ്ല്യു ആയിരിക്കും. അപ്പോൾ ആ പ്ലസ് ഡബ്ല്യുവിൻ്റെ തലത്തിൽ അവിടെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വരുന്നത് കംപ്രഷനാണ്. ഓക്കെ, അതുപോലെ തന്നെ വർക്ക് ഈസ് ഡൺ ബൈ ദ സിസ്റ്റം അങ്ങനെയാണെങ്കിൽ അവിടെ നടക്കുന്നത് അവിടെ പോസിറ്റീവ് അല്ല ഡബ്ല്യുവിൻ്റെ കേസ്, മറിച്ച് അത് മൈനസ് ഡബ്ല്യു ആണ്. ഓക്കെ, വർക്ക് ഈസ് ഡൺ
സിറ്റുവേഷൻ പിന്നീട് ഉണ്ടാവുന്നത് എന്തായിരിക്കും? അത് -W ആയിരിക്കും. അതായത് സിസ്റ്റം സറൗണ്ടിങ്ങിലേക്ക് പോകുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും അവിടെ എക്സ്പാൻഷൻ സംഭവിക്കാവുന്നതാണ് എന്നതാണ് -Wൻ്റെ കേസിൽ. സറൗണ്ടിങ്ങിലേക്ക് പോയപ്പോൾ -W, ഉള്ളിലേക്ക് വന്നപ്പോൾ കംപ്രഷൻ. So this is the sign convention in chemistry. കൺവെൻഷൻ നമ്മൾ പഠിച്ചു വെക്കേണ്ടത്, അതിലെ മാസ്റ്റർ ആക്കേണ്ടത് ആരെയാണ്? സിസ്റ്റത്തെയാണ്. സിസ്റ്റത്തിന് അങ്ങോട്ട് കിട്ടുന്നതെല്ലാം പോസിറ്റീവ്, സിസ്റ്റത്തിൻ്റെ അകത്തു നിന്നും വെളിയിലേക്ക് പോകുന്നതൊക്കെ നെഗറ്റീവ്. അപ്പോൾ ആ ഒരു തലത്തിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ ഇതിനെ മനസ്സിലാക്കാൻ. ഇനി അടുത്തൊരു പോർഷനിലേക്കാണ്, അതായത് ഇന്റേണൽ എനർജി. ഇന്റേണൽ എനർജിയെ നോട്ട് ചെയ്യുന്ന ലെറ്റർ, അതിൻ്റെ സിമ്പിൾ U ആണ്. അതിൻ്റെ ഡെഫിനിഷൻ ഇതാണ്: ഇറ്റ് ഈസ് ദ സം ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോളിക്കുലർ എനർജീസ് ലൈക്ക് ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി, ദെൻ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി, വൈബ്രേഷണൽ കൈനറ്റിക് എനർജി, ഇലക്ട്രോണിക് എനർജി, ന്യൂക്ലിയർ എനർജി, എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ: ഇറ്റ് ഈസ് ദ സം ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോളിക്കുലർ എനർജീസ്. അതായത് പലതരത്തിലുള്ള മോളിക്കുലർ എനർജീസിൻ്റെ ആകെ തുകയായിട്ടാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ അതിനകത്ത് ഉൾപ്പെടുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോളിക്കുലർ എനർജീസ് ഏതൊക്കെയാണ് എന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ലൈക്ക് ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി, ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി എന്നാണ്. ഓക്കെ, ദെൻ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി, ദെൻ വൈബ്രേഷണൽ കൈനറ്റിക് എനർജി, ദെൻ ഇലക്ട്രോണിക് എനർജി, ന്യൂക്ലിയർ എനർജി, എക്സെട്ര. ഓക്കെ, ഇന്റേണൽ എനർജി എന്നത് നിങ്ങൾ ആ വേർഡിനെ ഒന്ന് എടുത്താൽ മതി. ഇന്റേണൽ, ഒരു സിസ്റ്റത്തിൻ്റെ ഉള്ളിലുള്ള എനർജിയെയാണ് ഇന്റേണൽ എനർജി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആ സിസ്റ്റത്തിൻ്റെ ഉള്ളിലുള്ള എനർജി, സിസ്റ്റത്തിൻ്റെ ഇൻസൈഡിലുള്ള എനർജി. ഓക്കെ, സിസ്റ്റത്തിൻ്റെ ഉള്ളിലുള്ള എനർജി അതാരൊക്കെയാണ് തീരുമാനിക്കണേ? അതിൻ്റെ സിസ്റ്റത്തിൻ്റെ ഉള്ളിലുള്ള മോളിക്യൂൾസ് അല്ലേ? അപ്പോൾ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന മോളിക്യൂൾസ് ആണ് അത് തീരുമാനിക്കുന്നത്. മോളിക്യൂൾസിൻ്റെ പല തരത്തിലുള്ള എനർജീസ് ഉണ്ടാകും. ആ മോളിക്യൂൾസിൻ്റെ ട്രാൻസ്നാഷണൽ കൈനറ്റിക് എനർജി, മോളിക്യൂൾസിൻ്റെ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി, മോളിക്യൂൾസിൻ്റെ വൈബ്രേഷണൽ കൈനറ്റിക് എനർജി, ദെൻ ആൾസോ മോളിക്യൂൾസിൻ്റെ ഇലക്ട്രോണിക് എനർജി, ന്യൂക്ലിയർ എനർജി, ഇങ്ങനെയുള്ള തരത്തിലുള്ളവർ. അപ്പോൾ ഇതൊക്കെ കൂടിയാണ്, ഈ മോളിക്യൂൾസ് ആണ് അതിൻ്റെ ഇന്റേണൽ എനർജിയുടെ ആ ഒരു എങ്ങനെയാണ് എന്താണെന്നൊക്കെ അതിൻ്റെ ഒരു തരംതിരിവൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത്. ഒരു സിസ്റ്റത്തിൻ്റെ ഉള്ളിലുള്ള എനർജിയെയാണ് നമ്മൾ ഇന്റേണൽ എനർജി എന്ന് വിളിക്കുന്നത്. ഇന്റേണൽ എനർജിയുടെ ഇക്വേഷൻ ΔU = ഇന്റേണൽ എനർജി സ്റ്റേറ്റ് ഫംഗ്ഷൻ ആണെന്ന് നിങ്ങൾ ഓർക്കണം. അപ്പോൾ ഇന്റേണൽ എനർജിയെ നോട്ട് ചെയ്യുന്നത് ΔU എന്നാണ്. ΔU = Q + W. ഈ ഇക്വേഷനെയാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനമിക്സിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഏതാണ് ഇക്വേഷൻ? ΔU = Q + W. ഓക്കെ, പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദിക്കാം, റൈറ്റ് ദ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഓഫ് തെർമോഡൈനമിക്സ് എന്ന രീതിയിൽ അത് ചോദിക്കുകയാണെങ്കിൽ അതിൽ ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻ മാത്രം എഴുതിയാൽ മതി. എന്താണത്? ΔU = Q + W. അത് മാത്രം കൊടുത്താൽ മതി. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനമിക്സ് പറയുന്നത് എന്താണെന്നറിയാമോ? തിയറി പറയുന്നത് എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. ഓക്കെ, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനമിക്സ് അതിൻ്റെ മീനിങ് ഇതാണ്: എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അല്ലെങ്കിൽ ടോട്ടൽ എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് ആൾവൈസ് കോൺസ്റ്റന്റ്. കാര്യങ്ങളെ ഒന്ന് റിമൈൻഡ് ചെയ്ത്, അതായത് ΔU = Q + W. For isochoric process, ΔV = 0. Okay, isochoric process
പാർട്ടിൽ പറയുന്നതാണ് ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ വി. അപ്പോൾ എന്താ അതിൻ്റെ മീനിങ്? അതായത് കോൺസ്റ്റന്റ് വോളിയത്തിലുള്ള ഹീറ്റ്, ദാറ്റ് ഈസ് ക്യൂ വി. അപ്പോൾ അങ്ങനെയാണ് ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ വി എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ കിട്ടുന്ന ഒരു മുദ്രാവാക്യം കൂടിയാണ് ഡെൽറ്റ യു ക്യൂ വി. ഡെൽറ്റ യു ക്യൂ വി, ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ വി എന്നൊരു മുദ്രാവാക്യം നൽകുന്നത്. മറ്റൊരു അഡയാബാറ്റിക് പ്രോസസ്സിലേക്ക് എന്ന രീതിയിൽ നോക്കാം. അഡയാബാറ്റിക് പ്രോസസ്സിൻ്റെ പ്രത്യേകത എന്താണ്? അവിടെ നോ ഹീറ്റ് ട്രാൻസ്ഫർ, ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നില്ല എന്നതാണ് അവിടുത്തെ പ്രത്യേകത. ട്രാൻസ്ഫർ ഇല്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രത്യേകത. അപ്പോൾ ക്യൂ ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ ഡെൽറ്റ യു എന്ന് പറയുമ്പോൾ എന്താ പറയുക, ക്യൂ സമം 0 ആണ്. അപ്പോൾ 0 പ്ലസ് ഡബ്ല്യു. സോ വൺസ് അഗെയിൻ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ഡബ്ല്യു. ഡബ്ല്യു എ ഡി എന്ന് കൂടി കൊടുക്കാം. ആ എ ഡി എന്നത് ഇതിൻ്റെ ഷോർട്ട് ഫോമാണ്, അഡയാബാറ്റിക്കിൻ്റെ ഷോർട്ട് ഫോമായിട്ടാണ് അവിടെ നമ്മൾ ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ഡബ്ല്യു എ ഡി എന്ന് കൊടുക്കുന്നത്. അഡയാബാറ്റിക് പ്രോസസ്സിൽ ഹീറ്റ് ഇല്ല എന്ന് പഠിക്കണം. മനസ്സിലായോ? ഒന്നാമത്തെ കേസ് ഐസോതെർമൽ പ്രോസസ്സ്. ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു 0. ടെമ്പറേച്ചർ അതാണ് ഉദ്ദേശിക്കുക. ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു 0. ഇവിടെ നമ്മൾ പറഞ്ഞു ഡെൽറ്റ ടി 0 ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നോട്ട് ചെയ്ത് വെച്ചുകൊള്ളുക, ഡെൽറ്റ യു 0 ആയിരിക്കും. ഓക്കെ, ഡെൽറ്റ ടി 0, ഡെൽറ്റ യു ഈസ് ആൾസോ 0. 0 ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു എന്ന് പറയും. അപ്പോൾ 0 ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നിന്നും ക്യൂ ഈസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു എന്നെടുക്കാം നമുക്ക്. അതായത് 0 സമം ക്യൂ പ്ലസ് ഡബ്ല്യു എന്ന് കൊടുത്തു. പിന്നീട് അതിൽ നിന്നും നമുക്ക് ക്യൂ വെളിയിലെടുക്കാം. അങ്ങനെ വരുമ്പോൾ മൈനസ് ഡബ്ല്യു എന്നാണ് കിട്ടുക. ഈ ഓരോ കേസിലും വരുന്ന വ്യത്യാസം അതെങ്ങനെ എഴുതാൻ പഠിക്കാം എന്നതാണ് നിങ്ങൾ ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കേണ്ടത്. ഒന്ന് ആലോചിച്ചാൽ മതി. ആദ്യത്തെ കേസിൽ വർക്ക് 0 ആക്കി, രണ്ടാമത്തെ കേസിൽ ഹീറ്റ് 0 ആക്കി. 0 ആണെങ്കിൽ എന്താ പറയുക, ഐസോകോറിക് പ്രോസസ്സ്. ഹീറ്റ് 0 ആണെങ്കിൽ അഡയാബാറ്റിക് പ്രോസസ്സ്. ഡെൽറ്റ യു 0 എന്നത് ഐസോതെർമൽ പ്രോസസ്സ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഭാഗത്തെ കേന്ദ്രീകരിച്ചുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് തരാം. ഇൻ എ പ്രോസസ് 701 of heat is absorbed by a system at 394 J of work is done by the system. The change in internal energy ക്ലാരിഫൈ ചെയ്യുക ആദ്യം. ഇൻ എ പ്രോസസ് പറഞ്ഞിരിക്കുന്നത് 701 J ഓഫ് ഹീറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ദാറ്റ് ഈസ് അബ്സോർബ്ഡ്. അപ്പോഴും ആ ഹീറ്റ് അബ്സോർവ് ചെയ്യുന്നു. അബ്സോർവ് ചെയ്യുമ്പോഴേക്കും അവിടെ സംഭവിക്കുന്നത് അത് ഹീറ്റ് സിസ്റ്റത്തിലേക്കല്ലേ അബ്സോർവ് ചെയ്യുക. അപ്പോൾ പ്ലസ് ക്യൂ ആണ് ബൈ ദി സിസ്റ്റം ആൻഡ് 394 J ഓഫ് വർക്ക് ഈസ് ഡൺ ബൈ ദ സിസ്റ്റം. അപ്പോൾ അവിടെ ബൈ ദ സിസ്റ്റം പറയുമ്പോൾ അതിനെ തുടർന്ന് ദ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഫോർ ദ പ്രോസസ് ഈസ് ഡാഷ്. അപ്പോൾ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ ആ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജിയാണ് ആൻസർ കണ്ടെത്തേണ്ടത്. അതായത് ഡെൽറ്റ യു എത്രയെന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇക്വേഷൻ ഉണ്ട്. അതേതാണ്? ക്യൂ പ്ലസ് ഡബ്ല്യു. ആ ഇക്വേഷനാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. ഡെൽറ്റ യു എത്രയെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതല്ലേ. അപ്പോൾ ഡെൽറ്റ യുവിൻ്റെ ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ക്യൂ പ്ലസ് ഡബ്ല്യു. അപ്പോൾ അതിലെ ക്യൂവിൻ്റെ സ്ഥാനത്ത് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത് 701 ആണ്. 701 പിന്നെ അതിൻ്റെ യൂണിറ്റാണ് ആ ചെയ്യുന്നത് വന്നിരിക്കുന്നത്. 701 പ്ലസ് പിന്നെ അടുത്ത ഡബ്ല്യുവിൻ്റെ ഭാഗത്തേക്ക് തന്നിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് -394 ആണ്. അപ്പോൾ ഇവിടെ വരുന്ന വാല്യൂ എങ്ങനെയാണ്?
701 പ്ലസ് മൈനസ് 394. ഈ ഫിഗർ ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ദി സിസ്റ്റം. അപ്പോൾ ഹീറ്റ് അബ്സോർബ് ചെയ്തതും പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ, അപ്പോൾ അങ്ങനെ രണ്ട് തരത്തിലാണ് ഇത് നടന്നിട്ടുള്ളത്. ഇതിലേക്ക് വന്നതാണ് പ്ലസ്, പിന്നെ സിസ്റ്റത്തിൽ നിന്ന് പോയതാണ് മൈനസ്. ആ സിസ്റ്റത്തിൽ നിന്ന് പോയതാണ് -394. സിസ്റ്റത്തിനകത്തേക്ക് വന്നതാണ് 701 വാല്യൂ ഇട്ടത്. ഓക്കെ, ആൻസർ 701 നിന്ന് -39 കുറച്ചാൽ അവിടെ കിട്ടുന്ന ആൻസർ 307J എന്നായിരിക്കും. ഓക്കെ, ആ യൂണിറ്റാണ് ജെ, ജൂൾ എന്ന് പറയാം നമുക്ക്. 307 ജൂൾ. ഓക്കെ, ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇതിനെ തുടർന്ന് അടുത്ത പാർട്ട് നമുക്ക് അടുത്തൊരു സെഷൻ ക്ലാസ്സിലൂടെ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, ക്ലാസ് വാച്ച് ചെയ്യുക. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നോട്ടിഫൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.